ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു സിംപ്ലി യു ക്യാൻ. അപ്പോൾ ഇന്ന് ഈസി ആയിട്ടുള്ള ഒരു പേപ്പർ ക്രാഫ്റ്റാണ് കേട്ടോ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. കളർ പേപ്പർ വെച്ചിട്ട് ഒരു വാൾ ഹാങ്ങിങ് ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കാർഡ്ബോർഡ് ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് കളർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഈ കാർഡ്ബോർഡിൻ്റെ അതേ സൈസിൽ തന്നെയാണ് കേട്ടോ കളർ പേപ്പർ ഉള്ളത്. അപ്പോൾ നമുക്ക് മുഴുവനായിട്ട് കവർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ താഴ്ഭാഗത്തായിട്ട് ചെറിയൊരു എക്സ്ട്രാ ബ്ലാക്ക് കളർ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വെച്ച് ഒട്ടിച്ചാലും അങ്ങനെ അറിയൊന്നുമില്ല കേട്ടോ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചാർട്ട് പേപ്പർ വെച്ചിട്ട് കവർ ചെയ്യുക, അല്ലെങ്കിൽ പെയിൻറ്റ് ചെയ്തെടുത്താലും മതി. ബ്ലാക്ക് കളർ പെയിൻറ്റ് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ബ്ലാക്ക് കളർ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് എല്ലാ ഭാഗവും ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതാ എല്ലാ ഭാഗവും അങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ഗ്രീൻ കളർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് ഇതുപോലെ മടക്കി ഒരു ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ 2 ലീഫ് ഒരുമിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ കുറച്ച് കൂടുതൽ എണ്ണം തന്നെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 ബ്ലൂ കളർ പേപ്പർ സ്ക്വയർ പീസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 7 സെൻറ്റിമീറ്ററിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് ഇതുപോലെ മടക്കി ഒരു പെറ്റലിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ആറ് പെറ്റൽസ് വരുന്ന ഒരു ഫ്ലവറാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഓരോ പെറ്റൽസും ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലത്തെ ഒരു ഫ്ലവറും കൂടെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് രണ്ടും വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇതുപോലെയുള്ള വേറെ 4 ഫ്ലവറും കൂടെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഗ്രീൻ കളർ പേപ്പർ വെച്ചിട്ട് കുറച്ച് പേപ്പർ ട്യൂബ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പേപ്പർ ട്യൂബ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഞാൻ കുറേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 3 ഫ്ലവേഴ്സ് വെച്ചിട്ട് 4 ഫ്ലവേഴ്സ് വെച്ചിട്ടൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ ഫ്ലവേഴ്സും ലീവ്സും ഒക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിനൊരു ചെടിച്ചട്ടി പോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വൈറ്റ് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് ഒരു ചെടിച്ചട്ടീൻ്റെ പോലെ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതിൽ എത്രയാണോ സൈസ് വരുന്നത് അതിനനുസരിച്ച് ആ ചട്ടീൻ്റെ സൈസ് കുറച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് അതിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇനി അതിൽ താഴെയും അതിൻ്റെ ആ ഫ്ലവർ പോട്ടിലൊക്കെ ഓരോ ലീവ്സും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഫ്ലവർ പോട്ടിൽ ജസ്റ്റ് മാർക്കർ വെച്ചിട്ട് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ബ്ലാക്ക് കളർ പേപ്പർ എടുത്തിട്ട് അതൊന്ന് കുറച്ച് റൗണ്ട് ഷേപ്പുകൾ
പേപ്പർ പഞ്ച് വെച്ചിട്ട് പഞ്ച് ചെയ്തെടുത്തിട്ട് ആ ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ആ ചെടിച്ചട്ടിയിലും കൂടെ ആ പേപ്പർ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. ഈസിയാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇനി ആ കാർഡ്ബോർഡിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ജൂട്ട് ത്രെഡ് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചു കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനിയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് വരാം. താങ്ക്